ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റേഷൻ അരി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, കറികളൊന്നും തന്നെ വേണ്ടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റൈസ് റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് സവോളയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഒരെണ്ണത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും തന്നെ സവോള എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഉള്ളിയുടെ മണമായിരിക്കും ചോറ്. അതുകൊണ്ട് 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അരമണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ആണ് ഇട്ട് കൊടുക്കുന്നത്. തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തത് ചോറിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിൽ എരിവിന് വേണ്ടി 2-3 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചോറ് കഴിക്കാനായിട്ട് ഒരു ഉണർവുണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രയും എരിവൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചോറും കൂടെ ചേർത്ത് കൊടുക്കും. അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ നേരം വൈകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് റേഷനരി ചോറ്. ആ ഒരു ചോറ് നമുക്ക് കറികളൊന്നും ഇല്ലാതെ ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്തുവിട്ടാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കും. ഇനി ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബീട്ടി അരി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള റൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് 3-4 ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം മുട്ട മാത്രം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചോറിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ചെയ്തെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് സമയം മാത്രം മതിയാവും ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇത്രയും മതി വെന്തത്. കറികളൊന്നും വേണ്ടാത്ത ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.